നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളായിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ളവരെ സ്വന്തബന്ധക്കാരെ ഒക്കെ ഇതിനകത്ത് ഈ ആശയം പറഞ്ഞു മനസ്സിലാക്കി ഇതിനകത്തോട്ട് കൊണ്ടുവന്ന് ഇന്ത്യ പെൻഷൻ എന്ന് പറയുന്ന ഒരു മഹാ സംഭവമാക്കി മാറ്റി ഒരു സമ്മർദ്ദ ശക്തിയാക്കി വമ്പിച്ച ശക്തിയായി നമുക്ക് മാറ്റണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ 10,000 രൂപ ഒരു പാവപ്പെട്ട കുടുംബത്തിലെത്തുമ്പോൾ കയ്യും കാലം തളർന്ന് നമ്മളെ പോലെയുള്ള ഓരോരുത്തരും ജീവിതത്തിന്റെ നല്ല കാലങ്ങളിൽ നല്ല നല്ല സ്വന്തമായ അധ്വാനങ്ങൾ നടത്തിയിട്ടുള്ളവരാണ്. ഒരു സമയം കഴിയുമ്പോൾ അത് സാധിക്കില്ല, നമ്മുടെ കയ്യും കാലം വഴങ്ങാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കുറച്ച് വീട്ടിന്റെ അതിൻ്റെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരു സാഹചര്യം വരും. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മുടെ മക്കളുടെ കാര്യം സമ്മർദ്ദത്തിലാണ്. അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ ജീവിത നിലവാരം അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് അച്ഛനെയും അമ്മയും വൃദ്ധരായ അച്ഛനെയും അമ്മയും നോക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അവർക്ക് അവരുടെ മക്കളുടെ കാര്യം നോക്കണം. അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായ ചിലവുണ്ട്. അതിനു പുറകെയുള്ള ഓട്ടത്തിലായിരിക്കും അവർ. നമ്മൾ ഒരു കാരണവശാലും അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു 10,000 രൂപ നമുക്ക് ജീവിച്ചു പോകാനുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ ആ കയ്യിൽ എത്തുകയാണെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾക്ക് ആ വീട്ടിലൊരു വില ഉണ്ടാകും. അവരുടെ മുമ്പിൽ നമുക്ക് തലകുനിക്കാതെ ഒരു കല്യാണം വന്നൊരു 50 രൂപ കൊണ്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ മക്കൾ അല്ലെങ്കിൽ മരുമക്കളൊക്കെ നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾ കേൾക്കും. ചില കഞ്ഞിയെങ്കിലും നമുക്ക് പിടിച്ച് കിടക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അപ്പം ഇതൊക്കെ ഓർത്തുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമീണ പ്രദേശങ്ങളിലെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മാറ്റം വരും. ഇവിടെ ഇന്നിപ്പോൾ 1 ലക്ഷവും 1.5 ലക്ഷവും ശമ്പളം മേടിച്ച് കഴിഞ്ഞിട്ട് ഇത് ബാങ്കിലെ ആവശ്യം പോലെ കുമിഞ്ഞു കിടക്കുകയാണ്. അതിന് പുറമെയാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെൻഷൻ ബാങ്കിലോട്ട് നേരെ എത്തുന്നത്. അവരിതെടുത്ത് ചിലവഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലവഴിക്കുന്നില്ല, ഒന്നിൻ്റെയും ആവശ്യമില്ല. അതേസമയം നമ്മളെ പോലെയുള്ള സാധാരണക്കാരൻ്റെ പോക്കറ്റിൽ ഒരു 10,000 രൂപ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇഷ്ടം പോലെ എന്തെങ്കിലും ചായ വാങ്ങിച്ചു കഴിക്കുക, എന്തെങ്കിലും വട വാങ്ങിച്ചു കഴിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം വാങ്ങിച്ചു കഴിക്കുക. ഇതിനൊന്നും കഴിയാത്ത എത്രയോ സഹോദരങ്ങൾ